ഹായ്, ഞാൻ ഡെൽന. മനസ്സിൽ തോന്നിയത് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സ്കൂൾ ടൈമിലെ ഓർമ്മകൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് സ്കൂൾ ടൈമിൽ ചിക്കൻ ബോക്സ് വന്നിരിക്കുന്ന ആ ടൈമും പിന്നെ എനിക്ക് എൻ്റെ കമ്പാനിയൻസ് ആയിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതുമായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന ഒരു ടൈമായിരിക്കും അത്. അപ്പോൾ എല്ലാവർക്കും പോലെ എൻ്റെ വീട്ടിലും എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ചിക്കൻ ബോക്സ് വരുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഫുള്ളി ബെഡ് റെസ്റ്റ് ആയിരിക്കും, നമുക്ക് പുറത്ത് പോകാൻ പറ്റില്ല, നമ്മളൊരു ഐസൊലേഷനിലായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ വീട്ടിലാണെങ്കിൽ മമ്മി ജോലിക്ക് പോവും, പപ്പ ജോലിക്ക് പോവും, ബ്രദർ പഠിക്കാൻ പോകും, പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ചിക്കൻ ബോക്സ് സമയത്തൊക്കെ. അപ്പോൾ നമുക്ക് അപ്പോൾ ഞാനൊരു ടെൻത്തിലായിരുന്ന ടൈമിൽ, ടെൻത്തിലൊരു ജൂലൈ ടൈമിലാണ് എനിക്ക് ചിക്കൻ ബോക്സ് വന്നത്. ആ ഒരു ഡേറ്റ് അല്ല, ആ ഒരു മന്ത് ഞാൻ ഓർത്തിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, സാധാരണ മിക്കവർക്കും ചിക്കൻ ബോക്സ് ഫാസ്റ്റ് സ്പ്രെഡ് ആവുന്നത് കൂടുതലും ചൂടുള്ള സമയത്താണ്. പക്ഷെ എനിക്ക് ചിക്കൻ ബോക്സ് വന്ന് വീട്ടിലെല്ലാവർക്കും വന്ന് മാറിക്കഴിഞ്ഞ് ലാസ്റ്റ് എനിക്ക് വന്നപ്പോൾ അതൊരു മഴക്കാല സമയമായി. അതുകൊണ്ട് തന്നെ ചൂടുകാലത്ത് നമുക്ക് ചിക്കൻ ബോക്സ് വരുന്ന അത്ര ബുദ്ധിമുട്ട് എനിക്ക് മഴക്കാലത്ത് തോന്നിയിരുന്നില്ല. എന്നാലും നമുക്കറിയാമല്ലോ, ചിക്കൻ ബോക്സ് വരുമ്പോൾ നമുക്ക് മേൽ മൊത്തം ബ്ലിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്ക് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടിനേക്കാളും കൂടുതൽ സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായില്ല, ഐസൊലേഷനായിട്ട് തന്നെ ഇരിക്കണം. ആ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു പീരീഡാണ്, നമ്മൾ ഫുള്ളി ഐസൊലേറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് എൻ്റെ കമ്പാനിയനായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് വൺ റേഡിയോ, ഓഫ് കോഴ്സ് റേഡിയോ. അത് ആ ടൈമിൽ മമ്മി വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോകും. അപ്പോൾ ആ ഫോണിലുള്ള റേഡിയോ ത്രൂ ആണ് ഞാൻ ആ ടൈമിൽ എൻ്റെ എന്താ പറയുക, ഏറെക്കുറെ എൻ്റെ ബോറടിയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. ആ ടൈമിൽ ഞാൻ FM ഒക്കെ ഒരുപാട് ലിസൺ ചെയ്യുമായിരുന്നു. ആ ടൈമിലാണ് നിലാവിൻ്റെ നീലഭസ്മക്കുറി അണിഞ്ഞവളെ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സോങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ആ സോങ് കേൾക്കുമ്പോൾ എന്നത് കൂട്ടിക്കൊണ്ട് പോകുന്നത് എൻ്റെ ചിക്കൻ ബോക്സ് സമയത്തെ ഓർമ്മകളിലേക്കാണ് കേട്ടോ. അപ്പോൾ ആ സോങ് ഒക്കെ കേൾക്കും, അപ്പം മമ്മി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കഴിക്കും, റേഡിയോ കേട്ടോണ്ടേ ഇരിക്കും. അന്ന് ആ ടൈമിലൊക്കെ നമ്മൾ റേഡിയോയിലൊക്കെ വിളിച്ചിട്ട് സോങ് ഡെഡിക്കേഷനൊക്കെ ചോദിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഞാൻ ആ ടൈമിൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സോങ്സ് ഒക്കെ ഡെഡിക്കേഷൻ ചോദിച്ചിട്ട് അത് റേഡിയോയിൽ പ്ലേ ചെയ്ത ഒരു ടൈം കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഞാൻ ഡെഡിക്കേഷൻ എൻ്റെ ഡെഡിക്കേഷൻ അവർ വിളിച്ച് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ തന്നായിരുന്നു ആ ടൈമിൽ. പിന്നെ എൻ്റെ സെക്കൻഡ് കമ്പാനിയൻ എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചിക്കൻ ബോക്സ് വരുമ്പോൾ നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോവുകയോ അവരുടെ അടുത്തൊന്നും കോണ്ടാക്റ്റിലിരിക്കുകയൊന്നുമില്ല. ബിക്കോസ് അത് നമുക്കറിയാലോ, അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്, അവൾക്ക് ഒരു തവണ വന്നതായിരുന്നു ചിക്കൻ ബോക്സ്. എന്നിരുന്നാലും ഒരു തവണ വന്നു എന്ന് വെച്ചിട്ട് രണ്ടാമത് വരായിക ഇല്ലല്ലോ. പക്ഷേ എന്നിരുന്നാൽ പോലും അവൾ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത്. നമ്മളന്ന് ഓമ്നി വാനിലായിരുന്നു കേട്ടോ പോയിക്കൊണ്ടിരുന്നത് സ്കൂളിൽ. അപ്പോൾ എന്നും അവളുടെ വാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിർത്തിക്കും. എന്നിട്ട് അവൾ അന്നന്നത്തെ വിശേഷങ്ങളും അന്നന്ന് എന്തൊക്കെ പഠിപ്പിച്ചു, ടോപ്പിക്സ്, നോട്ട്സ് ഒക്കെ എനിക്ക് ഷെയർ ചെയ്യും. അപ്പോൾ എന്നും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അവൾ വണ്ടി ഇറങ്ങിയിട്ട് എന്നും എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് സ്കൂളിലെ വിശേഷങ്ങളൊന്നും മിസ്സാകാതിരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ അവളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എത്ര ലോൺലി ആയിരിക്കും, നമ്മൾ സ്കൂളൊക്കെ മിസ് ചെയ്യും, നമ്മുടെ നോട്ട്സ് മിസ് ചെയ്യും, നമ്മൾ പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്ന് മിസ് ചെയ്യും. അപ്പോൾ ഞാൻ 10th നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം നമുക്ക് നോട്ട്സും ക്ലാസ്സസൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആ ഒരു ടൈമിൽ, ബോർഡ് എക്സാമിൻ്റെ ടൈമും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആകെപ്പാടെ എനിക്കപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം വന്നത് അവളായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എനിക്ക് എല്ലാ വിശേഷങ്ങളും അവൾ എനിക്ക് ഷെയർ ചെയ്യും. എന്നിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവൾ പോകും. അപ്പോൾ അവളോട് എല്ലാവർക്കും പറയും, എല്ലാ ദിവസവും അങ്ങനെ പോകണമെന്നില്ല, ബിക്കോസ് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ, ചിക്കൻ ബോക്സ് വരുമോ എന്ന്. പക്ഷേ അവൾക്ക് അങ്ങനെയൊന്നുമില്ല, അവൾ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ. എന്നിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ബോറടിയും എൻ്റെ ലോൺലെസ് ഒക്കെ മാറ്റുന്നതിനൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ ബോക്സ് ഒക്കെ മാറി ഞാൻ വീണ്ടും കോളേജല്ല, വീണ്ടും സ്കൂളിലേക്കൊക്കെ പോയി. സ്കൂളിലേക്ക് പോയി എന്ന് വെച്ചാൽ നമ്മളുടെ അതൊരു 10-24 ദിവസം കഴിഞ്ഞ് നമ്മൾ കുളിക്കുമല്ലോ. ലാസ്റ്റ് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പോഴും സ്റ്റിൽ എൻ്റെ ഫേസിലൊക്കെ ബ്ലിസ്റ്റേഴ്സ് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ബോക്സ് ഒന്ന് കിടക്കുന്ന ടൈമിൽ മമ്മി എൻ്റെ വീട്ടിലെ മിററൊക്കെ മൂടി വയ്ക്കുമായിരുന്നു. ബിക്കോസ് മിററിൽ നോക്കിയാൽ നമ്മുടെ കോൺഫിഡൻസ് അപ്പാടെ തകരും. എനിക്കാണെങ്കിൽ ഫുള്ള് ബ്ലിസ്റ്റേഴ്സ് ആയിരുന്നു, മുഖത്തും ദേഹം മൊത്തം ബ്ലിസ്റ്റേഴ്സ് ആയിരുന്നു. ബ്ലിസ്റ്റേഴ്സൊക്കെ വന്ന് അത് ഉണങ്ങി, പക്ഷെ സ്റ്റിൽ ആ ഒരു ബ്ലാക്ക് സ്പോട്ടായിരുന്നു, ഫുള്ളിങ്ങനെ പുള്ളിക്കുത്തുകൾ എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു എൻ്റെ ബോഡിയും ഫേസും മൊത്തം. അപ്പം നമുക്കറിയാം ആ ഒരു ടൈമിൽ ടീനേജ് പ്രായമാണ്,
ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മുടെ ബോഡീനെയും ഫേസിനെയൊക്കെ എത്രത്തോളം വാല്യൂ ചെയ്യുന്നൊരു ടൈം പീരീഡാണ് അതെന്ന്. അപ്പോൾ ഞാൻ ചിക്കൻ ബോക്സ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ഫസ്റ്റ്ലി തുണിയൊക്കെ എടുത്ത് മാറ്റി ഒരു കണ്ണാടി നോക്കുന്ന ടൈം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആകെ തകർന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എൻ്റെ ഫേസ് എനിക്ക് തിരിച്ചറിയാൻ പോലും പറ്റില്ല, അമ്മാതിരി ഫുള്ള് സ്പോട്ടുകളായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. സ്റ്റിൽ ബട്ട് ഓക്കെ, നമുക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യണമല്ലോ. ഓക്കെ, എന്നിട്ട് സ്കൂളിൽ തിരിച്ചു ചെന്നു. സ്കൂളിൽ തിരിച്ചു ചെന്നപ്പോൾ എൻ്റെ ഫേസ് കണ്ടിട്ട് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അവരുടെ കണ്ണുകളിലൊക്കെ ചെറിയൊരു എന്താ പറയുക, ഒരു ചെറിയൊരു പേടി പോലെ എനിക്ക് തോന്നിയായിരുന്നു. ബിക്കോസ് ഈവൻ ദോ നമ്മൾ ചിക്കൻ ബോക്സ് മാറിയെങ്കിൽ നമ്മുടെ ഫേസ് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലാതെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഫേസൊക്കെ മാറി ചെല്ലുമ്പോൾ ആർക്കായാലും ആ ടൈമിലൊക്കെ എല്ലാവർക്കും പേടിയാണല്ലോ, ഇത് വരുമോ എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് ഇരിക്കുന്ന ടൈമിൽ കുറച്ചായപ്പോഴത്തേക്കും പ്രിൻസിപ്പൾ കയറി വന്നു. പ്രിൻസിപ്പൾ പറഞ്ഞു ഡെൽന വന്ന് എഴുന്നേക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനപ്പോൾ ക്ലാസ്സിനൊക്കെ ഫ്രണ്ടിൽ വെച്ച് ഞാൻ എണീറ്റു. അപ്പോൾ പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ഹീലായിട്ടുണ്ടെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ നമ്മൾക്ക് മറ്റു കുട്ടികൾക്ക് വരാതെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് താൻ ഇനി എല്ലാ കുട്ടികളുടെ അടുത്ത് ഇരിക്കണ്ട, താൻ ക്ലാസ്സിൽ മാറി ഒരു കോർണറിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രം സെപ്പറേറ്റ് ഒരു ബെഞ്ചും ഡെസ്കും തന്നെ എന്നെ അവിടെ സൈഡിൽ ഇരുത്തി. ഒരു സൈഡിലൊരു കോർണറിലായിട്ട്, അതായത് മറ്റു കുട്ടികളുടെ കൂടി ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ ആ ഒരു ടൈമിലൊന്നും ഇമോഷണലി അത്ര സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എനിക്ക് അപ്പോൾ എല്ലാവരുടെ അടുത്തുനിന്നും എന്നെ വീണ്ടും ഐസൊലേറ്റ് ചെയ്ത് മാറ്റിയെന്നൊരു ഫാക്ട് എൻ്റെ മൈൻഡിൽ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടൈമിൽ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ എണീറ്റ് പറഞ്ഞു, മാഡം എനിക്ക് ഡെൽനയുടെ കൂടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, എനിക്ക് ഓൾറെഡി ചിക്കൻ ബോക്സ് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, അല്ല നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി, ബിക്കോസ് കൂടെ ഇരിക്കണം നിർബന്ധമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല മാഡം, ഞാൻ ഡെൽനയുടെ കൂടെ ഇരുന്നാൽ അത് അവൾക്ക് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അപ്പോൾ എനിക്ക് ഡെൽനയുടെ കൂടെ തന്നെ ഇരിക്കണം എന്നുള്ളത് സ്റ്റേൺ ആയിട്ട് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഓക്കെ എന്നാൽ ഡെൽനയുടെ കൂടെ നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് അവൾ എണീറ്റ് നിന്ന് എനിക്ക് വേണ്ടി സംസാരിക്കാൻ കാണിച്ച ആ ഒരു മൊമെൻറ്റ്, അതെന്നെ സംബന്ധിച്ച് വളരെ ഇമ്പാക്റ്റ് ഉള്ളതായിരുന്നു. ബിക്കോസ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് ആവണമെന്ന് ഓർത്തിട്ട് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം എന്ന് എവിടെയും നിർബന്ധമില്ല. പക്ഷേ ഞാൻ അവളോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ട് പോലും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ അവൾ സ്വമേധി അവൾ തന്നെ എനിക്ക് വേണ്ടി എണീറ്റെന്ന് സംസാരിച്ചു, എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇവൻ്റോ വന്നാൽ വീണ്ടും വരും എന്നൊരു ഫിയർ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ കുട്ടികൾക്കും ആ ഒരു ഫിയർ ഉണ്ട്. പക്ഷേ ഇവൻ്റോ മേ ബി അവൾക്കും ഉണ്ടാകാമായിരിക്കും. പക്ഷേ ഇവൻ്റോ ആ ഫിയറിന് അപ്പുറമായിരുന്നു അവൾക്ക് എന്നോടുള്ള ഒരു എന്താ പറയുക, ഒരു ലോയൽറ്റിയോ അല്ലെങ്കിൽ എന്നോടുള്ള ഒരു സ്നേഹം എന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. ബിക്കോസ് അവൾ മേ ബി ഇപ്പോൾ എവിടെന്നെങ്കിലും ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവൾ മേ ബി ആ ഇൻസിഡൻറ്റ് മറന്നേ പോയിട്ടുണ്ടാകും. പക്ഷേ സ്റ്റിൽ ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറവും ഞാൻ ആ ഒരു ഓർമ്മയും ആ ഒരു മൊമെൻറ്റും കറക്റ്റ് ഓർത്തിരുന്ന് ഇപ്പം നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രണ്ട് എനിക്ക് എൻ്റെ മൈൻഡിൽ തന്നൊരു ഇമ്പാക്റ്റ് എത്രത്തോളം ആയിരിക്കും നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ റീസൺ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയോ അല്ലെങ്കിൽ നമുക്കൊരു സ്കൂൾ മെമ്മറി ഉണ്ടാകും. നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടും മാത്രം ഷെയർ ചെയ്ത കുറച്ച് ഓർമ്മകളുണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഈ ഒരു കുഞ്ഞു സ്റ്റോറി കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ടോ അല്ലെങ്കിൽ സ്കൂൾ ഫ്രണ്ടോ ആയിട്ട് നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തൊരു വാല്യുബിൾ മൊമെൻറ്റോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓർമ്മ വന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവൾ തന്നെയാണ് കേട്ടോ സ്റ്റിൽ ഇത്ര വർഷങ്ങൾക്ക് ഇപ്പുറം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവൾ മേ ബി മറന്നു പോയിട്ടേ ഉണ്ടാവും, ബട്ട് സ്റ്റിൽ ഇപ്പോഴും എനിക്കതൊരു പ്രിഷ്യസ് മൊമെൻ്റ് ആണ്. സോ നമുക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി സംസാരിച്ചിട്ട് ഒരു ഫ്രണ്ട്, അപ്പോൾ ആ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവർക്കൊരു മെസ്സേജോ ഒരു റിമൈൻഡറോ അയക്കുക. സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ അവർക്ക് സ്ഥാനമുണ്ട്. ഡെയിലി വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഡെയിലി മെസ്സേജസോ അതൊന്നും നിർബന്ധമില്ല. ബട്ട് നമ്മൾ സ്റ്റിൽ വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മൾ ആ ഒരു ഫ്രണ്ടിനുമായിട്ട് ഷെയർ ചെയ്തൊരു മൊമെൻ്റ് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവരെ കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാം. സ്റ്റിൽ ഞാനിവിടെ ഉണ്ട് നിനക്ക് വേണ്ടി, ഒരു ഫീല് നമുക്ക് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എല്ലായിടത്തും വളരട്ടെ, എല്ലായിടത്തും സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു മൊമെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു കുഞ്ഞു സ്റ്റോറി ആയിട്ടോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബ്ലെസ്ഡ് ആയിട്ട് ടൈം നേരുന്നു. അപ്പോൾ ബൈ, സീ യു ലേറ്റർ.